എൻ്റെ ശരീരം എൻ്റെ അധികാരം. ഞാൻ വേണ്ട വിധം എൻ്റെ ശരീരം കൈകാര്യം ചെയ്യും. എനിക്ക് ലൈംഗികമായി ലഭ്യമായ ഓർഗനുകൾ ഞാൻ വെട്ടിമുറിക്കും. ആണായി പിറന്ന ഞാൻ പെണ്ണായി മാറും, പെണ്ണായി പിറന്ന ഞാൻ ആണായി മാറും. ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ആണിനെ കെട്ടി ജീവിക്കും, ഒരു പെണ്ണിന് അവൾക്ക് പറ്റുമെങ്കിൽ പെണ്ണിനെ കെട്ടി ജീവിക്കും. നിങ്ങളെ ഈ തെക്ക് ഭാഗത്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുള്ളത്. അവരുടെ പേരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, തൽക്കാലം ഞാനത് പറയുന്നില്ല. സൗദിയിലായിരുന്നു അവർ +1 +2 പഠിച്ചത്. അന്ന് അവർ രണ്ടുപേരും പ്രണയത്തിലായി. അവർ രണ്ടുപേരും കപ്പിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ലെസ്ബിയൻ കപ്പിൾസ്. ഏറ്റവും ഫേമസ് ആണ് അവരത്രേ. അവരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വ്ളോഗർമാരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോയിന്റ്മെന്റിന് വേണ്ടി. എന്നിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂവറുടെ മുമ്പിൽ വന്നൊരു ചെറിയ സ്കേർട്ട് വിട്ട് കാലുമ കയറ്റി വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും കുറ്റവും കുറവുകളും. എത്രമേൽ സങ്കടം ഉണ്ടാവും, എത്രമേൽ സങ്കടം ഉണ്ടാകും. എത്ര കഷ്ടപ്പെട്ടായിരിക്കും മാതാപിതാക്കൾ അവരെ നോവറിയാതെ ഒരുവിധ പ്രയാസം അറിയാതെ വളർത്തിക്കൊണ്ടുവന്നത്. അവസാനം വെച്ചിട്ട് വ്ളോഗറെ കാണുമ്പോൾ മാതാപിതാക്കളുടെ വളരെ മാരകമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. തുറന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്നു. എന്താ പ്രശ്നം? പ്രസവിച്ചാ പോരാ, സ്വാതന്ത്ര്യം തരണം എന്നാണ് അവർ പറയുന്നത്. ആർക്കാണ് 100% സ്വാതന്ത്ര്യമുള്ളത്? സൗദിയിലാണ് ഇവർ ജീവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക. 6 വയസ്സിലും 7 വയസ്സിലും 10 വയസ്സിലും ഒക്കെ ഉമ്മയുടെയും വാപ്പയുടെയും കൈപിടിച്ചുകൊണ്ട് അവർ സൗദിയിലെ ഒരു പറക്കും വാഹനങ്ങളുള്ള എക്സ്പ്രസ് ഹൈവേയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിക്കുണ്ടാവുന്ന കുസൃതിയുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെയും കൈയൊക്കെ വിടുവിച്ചിട്ട് ഓടണമെന്ന്, ആ റോഡ് മുറിച്ച് കിടക്കണമെന്ന്. അങ്ങനെയെങ്ങാനും ഇവർ കൊതറാൻ ശ്രമിക്കുമ്പോൾ കുതറിയിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ആ റോഡ് എക്സ്പ്രസ് വേ മുറിച്ചു കിടക്കണമെന്ന് അവർ വിചാരിക്കുമ്പോൾ ആ മാതാവോ പിതാവോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മാതാവിനെയും പിതാവിനെയും മെക്കെട്ട് കയറാൻ അവരുണ്ടാവില്ലായിരുന്നു. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം എവിടെ കിട്ടുന്നു? നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, എനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിരുന്നാൽ അതിന് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം. നിങ്ങൾ പ്രഭാഷണം കേൾക്കാൻ വന്നതാ, ഞാൻ ഇവിടുന്ന് ഒരു പാട്ട് പാടിയാലോ? അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ചു, എല്ലാ സ്വാതന്ത്ര്യമൊന്നും ഗുണമല്ല. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകളുടെ അവസാനം പറയുന്നത്, ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന്. ആ കഥ വായിച്ചവരുണ്ടാകും.